Good morning, all. Good morning, ma'am. Good morning. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് HR-ന്റെ ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? നമ്മൾ HR-ന്റെ മാനേജിംഗ് ഫങ്ഷൻസും ഓപ്പറേറ്റീവ് ഫങ്ഷൻസും ഗുഡ് മോർണിംഗ് എവരി ഓപ്പറേറ്റീവ് ഫങ്ഷൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ആ ഒരു ടോപ്പിക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയോ? പിന്നെ സാമ, ഗൗരി, റിഞ്ചു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇനി HR ഫങ്ഷൻസിനെ കുറിച്ച് എല്ലാവരും നോക്കിയില്ലേ? നമ്മൾ ഓരോ ഫങ്ഷൻസിനെ കുറിച്ചിട്ടും മാനേജ് ഫങ്ഷൻസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ഫങ്ഷൻസ് ആയിരുന്നു, സബ് ഫങ്ഷൻസ് ആയിരുന്നു പ്ലാനിങ്, ഓർഗനൈസിങ്, അതുപോലെ ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, അതുപോലെ HR ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് ഏതായിരുന്നു? HR സോഴ്സിംഗ്, പെർഫോമൻസ് ആൻഡ് ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ മാനേജ്മെന്റ്, ഇന്റഗ്രേഷൻ, എംപ്ലോയർ റിലേഷൻസ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു അല്ലെ? ഇനി നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ HR മാനേജറിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് HR മാനേജർ. HR മാനേജറിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് HR മാനേജർ, പേജ് നമ്പർ 26 ആണ് കേട്ടോ. പേജ് നമ്പർ 26. എന്താണ് HR മാനേജറിന്റെ റോള് ആൻഡ് റെസ്പോൺസിബിലിറ്റി? അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ, നമ്മൾ പറയുകയാണെങ്കിൽ ഉത്തരവാദിത്വം, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസും എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. HR മാനേജേഴ്സ് ആണ് പ്ലാനുകൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഡെവലപ്പ്, ഇംപ്ലിമെന്റ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. നമ്മൾ HR മാനേജേഴ്സ് എന്ത് ചെയ്യുന്നു? പ്ലാൻ ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് HRM പോളിസീസ്. HR റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് പ്ലാൻ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ആരാണ്? HRM ആണ്, HR മാനേജേഴ്സ് ആണ്. നമ്മൾ അടുത്തത് ദേ എൻഷുർ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ഹ്യൂമൻ റിസോഴ്സ്, നമ്മുടെ സ്റ്റാഫുകൾ, ലൈക്ക് നമ്മുടെ എംപ്ലോയീസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നതാണ്. മാക്സിമം യൂട്ടിലൈസേഷനും അതിന് പകരം നമുക്ക് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, നല്ല ഫലപ്രദമായിട്ട് അവർ എന്ത് ചെയ്യാൻ പറ്റും? എഫക്റ്റീവ് ആയിട്ട് അവർ യൂസ് ചെയ്യാം. ദേ എൻഷുർ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മള് ഹ്യൂമൻ റിസോഴ്സിനെ ഫലപ്രദമായിട്ട് എന്ത് ചെയ്യുക? അവരെ ശ്രദ്ധിക്കുക, അവർക്ക് ഓരോ എംപ്ലോയീസിന്റെ കഴിവിനനുസരിച്ചിട്ടുള്ള വർക്കും കാര്യങ്ങളും അസൈൻ ചെയ്ത് കൊടുക്കുക. Okay, they maintain good relationship among employees. HR മാനേജേഴ്സ് നല്ലൊരു റിലേഷൻഷിപ്പ് എംപ്ലോയീസ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. they helps in overall development of employee. നമ്മുടെ എംപ്ലോയീസിന്റെ ഓരോ ഇൻഡിവിജ്വൽ എംപ്ലോയീസിന്റെയും ഓവറോൾ ഡെവലപ്മെന്റിനെയും HR മാനേജേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ, they support the organization in achieving its goal. നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? HR മാനേജേഴ്സ് ആണ്. അപ്പോൾ HR മാനേജേഴ്സ് മെയിൻലി 3 ഒബ്ജക്റ്റീവ്സ് ആണ് HR മാനേജേഴ്സിനുള്ളത്. ആ 3 ഒബ്ജക്റ്റീവ്സിൽ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസിനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുക. ഡിസൈറബിൾ വർക്കിംഗ് റിലേഷൻ എമംഗ് all the members of the organization. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് ഒരു ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. മാക്സിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, നല്ല രീതിയിൽ എന്താണ് മാക്സിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് കൊണ്ടുവരിക. ഓരോ ഇൻഡിവിജ്വൽസിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എന്ത് ചെയ്യുക? ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതെല്ലാം എന്താണ്? HR മാനേജേഴ്സിന്റെ റോൾസ് ആണ്. നമുക്ക് ടെസ്റ്റിൽ നോക്കാം, റീഡ് ചെയ്ത് നോക്കാം. The role of HRM is to plan, develop and implement policies and programs designed to maximize the utilization of organizations' human resources. HR മാനേജേഴ്സിന്റെ പ്ലാൻ അല്ലെങ്കിൽ അവരുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് HR റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക, അതേപോലെ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഇതെല്ലാം HR മാനേജേഴ്സിന്റെ റോളാണ്. Designed to maximize the utilization of organization human resource. നമ്മുടെ ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സ്
മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്തുള്ള എല്ലാ സ്റ്റാഫുകളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വേയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ് which is concerned with the people at work and with the relationship within the organization. ഈ ഒരു പാർട്ട് ഡീൽ ചെയ്യുന്നതാണ് പീപ്പിൾസ് അറ്റ് വർക്ക്. നമ്മളുടെ ഓർഗനൈസേഷനിൽ കൺസേൺഡ് ആയിട്ടുള്ള പേഴ്സൺസ് പീപ്പിൾസ് അറ്റ് വർക്കും ആൻഡ് വിത്ത് ദ റിലേഷൻഷിപ്പ് വിത്ത് ദ ഓർഗനൈസേഷൻ. അവരും നമ്മുടെ ഓർഗനൈസേഷനും തമ്മിലുള്ള ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു എച്ച് ആർ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കണം. ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നമ്മുടെ സ്ഥാപനത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സ്, നമുക്ക് ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവും, അവർ നല്ല എഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് ഡിസറബിൾ വർക്കിംഗ് റിലേഷൻ among all the members of the organization. നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻ, എല്ലാ മെമ്പേഴ്സും തമ്മിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്യുക എന്നത് എന്താണ് HR-ന്റെ അല്ലെങ്കിൽ HR മാനേജറിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. മാക്സിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, നമ്മുടെ മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽസിന്റെ, നമ്മുടെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽസിന്റെ മാക്സിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഉത്തരവാദിത്തമാർക്കാണ് HR മാനേജേഴ്സിനാണ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് ഫംഗ്ഷൻ ആസ് primarily administrative and professional. First of all, നമ്മൾ ഹ്യൂമൻ റിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്രൊഫഷണൽ വേ ഓഫ് വരുന്നതാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അതൊരു പ്രൊഫഷണൽ വേ ആണ്. നമ്മൾ പറയും HR മാനേജേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ് അല്ലെ. MBA വിത്ത് HR ഒക്കെ ഉള്ള വ്യക്തികളായിരിക്കും HR മാനേജറിന്റെ റോൾ ഒക്കെ പ്ലേ ചെയ്യുന്നത്. Okay, they also participate in overall strategic management of the company as the situation changes. നമ്മുടെ കമ്പനിയിൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ആയിരിക്കണം. എന്നുവെച്ചാല് ചേഞ്ചസിനനുസരിച്ച് മാറാൻ സാധിക്കണം. HR professionals have a comprehensive role. HR professional എന്ന് പറയുമ്പോൾ നമ്മുടെ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ മാത്രമല്ല, ഒത്തിരി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റോൾസ് ആ ഒരു ഫീൽഡിൽ വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും അയ്യോ HR മാനേജർ എന്ന് പറയുമ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുക. അങ്ങനെയല്ല. HR മാനേജർ എന്ന് പറയുമ്പോൾ HR എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് സ്റ്റാഫുകൾ വരുന്നുണ്ട്. ഒരുപാട് റോൾ ഇന്ന് എമർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് HR ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെ HR പ്രൊഫഷണൽസിന് ഒരുപാട് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റോൾസ് ഇന്നുണ്ട്. ദേ മസ്റ്റ് ഹാവ് കോംപ്രിഹെൻസീവ് നോളജ് ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് നല്ലൊരു നോളജ് ആർക്ക് വേണം? HR പ്രൊഫഷണൽസിന് വേണം. കാരണം എന്താണ്, HR എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഏതൊരു ഓർഗനൈസേഷനും നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ഓർഗനൈസേഷന്റെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആര് വർക്ക് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആരുടെ ഉത്തരവാദിത്തമാണ്? HR മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോളജ്, ഓർഗനൈസേഷനെ കുറിച്ചിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോളജ് ആർക്ക് വേണമെന്ന് പറഞ്ഞത്? HR മാനേജേഴ്സിന് വേണമെന്ന് പറഞ്ഞത്. Ultimate goal of every HR manager should be to develop relation between employee and organization, because employees' commitment to the organization is crucial. So, നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ, HR മാനേജേഴ്സിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? നല്ലൊരു റിലേഷൻഷിപ്പ് എംപ്ലോയീസും ഓർഗനൈസേഷനും തമ്മിൽ നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നത് ആരെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ്? HR മാനേജറിനെ സംബന്ധിച്ചൊരു ഇമ്പോർട്ടന്റ് റോളാണ്. അപ്പൊ ഓർഗനൈസേഷനോടുള്ള എംപ്ലോയീസിന്റെ കമ്മിറ്റ്മെന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? HR മാനേജേഴ്സ് ആണ്. The first and foremost role of an HR manager is to provide continuous education to the employee about the changes and challenges facing the country in general and their organization in a particular. അപ്പൊ നമ്മുടെ ഫീൽഡിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടാവും അല്ലെ, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മൾ പറയുമായിരുന്നു, കൊമേഴ്സ് ഒക്കെ പഠിക്കുന്നത്, ഞാനൊക്കെ ചെറുപ്പത്തില് കൊമേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് പറയുമായിരുന്നു,
ഏതൊരു സ്ഥാപനത്തിൽ എടുത്ത് നോക്കിയാലും ഒരു അക്കൗണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഇല്ല എന്ന് പറയാം. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിരുന്ന. പക്ഷെ ഞാൻ ഇന്ന് എന്റെ കുട്ടികളോട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഫീൽഡ് ഇന്നിപ്പോ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അത്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സോഫ്റ്റ്വെയർസ്, എഐയുടെ ഒക്കെ വരവോട് കൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോട് കൂടി അക്കൗണ്ട്സ് ഫീൽഡിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ പറയുന്നത് ഡിമാൻഡ് ചെയ്യുന്നതാണ് എഐ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേഷൻ ഉള്ളവരെയാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ്, സോ അത് അപ്ഡേഷൻ സംഭവിച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ മാറ്റങ്ങൾ വരും, അവർ ചലഞ്ചസ് ഫേസ് ചെയ്യും. അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഓർഗനൈസേഷൻ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നവരായിരിക്കണം നമ്മുടെ എംപ്ലോയീസ്. അവരതൊക്കെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യാൻ ആർക്ക് സാധിക്കണം? HR മാനേജേഴ്സിന് സാധിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, the employee should know about the balance sheet of the company. ഇനി നമ്മുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് കേട്ടിട്ടുണ്ടോ? ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കമ്പനിയാണ്. ആരെങ്കിലും ഉണ്ടോ കൊമേഴ്സ് ഫീൽഡിൽ നിന്ന്? ഓക്കെ, കുഴപ്പമില്ല. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും. അസറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വത്ത് അല്ലെങ്കിൽ സമ്പാദ്യം, ഇപ്പോഴത്തെ ലയബിലിറ്റി നമ്മുടെ കടം അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതകളും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഷീറ്റ്, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അപ്പൊ ഈ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, നമ്മുടെ കമ്പനിക്ക് എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലയബിലിറ്റി ഉണ്ട് എന്നൊക്കെ ഒരു സിംഗിൾ ആയിട്ടുള്ള പേഴ്സൺസിനായാൽ പോലും മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മള് എന്താ പറയാ, ന്യൂസ് പേപ്പറിലൊക്കെ ബാലൻസ് ഷീറ്റ് പബ്ലിഷ് ചെയ്യാറുണ്ട് ചില കമ്പനീസിന്റെ. അത് കണ്ടിട്ടുണ്ടോ? ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്ന ബാലൻസ് ഷീറ്റുകൾ ഒരു 31 മാർച്ച് ഒക്കെ കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിലൊക്കെ ആയിട്ട് ന്യൂസ് പേപ്പേഴ്സിൽ വലിയ കോളത്തിലൊക്കെ പബ്ലിഷ് ചെയ്യും. അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബാലൻസ് ഷീറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. പത്രത്തിൽ ചിലപ്പോൾ അങ്ങനെ ഒരു കോളം കാണുമ്പോൾ തന്നെ ചിലപ്പോൾ സ്കിപ്പ് അടിച്ച് പോയിട്ടുണ്ടാവും. ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. പണ്ട് ഞങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് നാൾ മുമ്പേക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പൊ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റും. സിമ്പിൾ ആണ്, പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും, പബ്ലിഷ് ചെയ്യണമെന്നാണ്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്നതിലൂടെ അതിലുള്ള എംപ്ലോയീസിന് നമ്മുടെ ഓർഗനൈസേഷൻ എത്ര ലാഭമുണ്ട്, എത്ര പ്രോഫിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് കമ്പനി എങ്ങനെയാണ്. കാരണം എന്താണ്, നമ്മുടെ കമ്പനി നല്ല രീതിയിൽ നല്ല ഇൻകം ഒക്കെ ഏൺ ചെയ്താൽ മാത്രമാണ് നമുക്കും അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സോട് കൂടി, കാരണം നമുക്ക് ഒരു ജോബ് സെക്യൂരിറ്റി കിട്ടും. നമ്മുടെ സ്ഥാപനത്തിൽ നല്ല സൗണ്ട് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഓർഗനൈസേഷനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ്, നമുക്കൊരു സെക്യൂരിറ്റി ആണ്, നമ്മുടെ ജോബ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താനൊക്കെ സാധിക്കും. സെയിൽസ് പ്രോഗ്രസ്, നമ്മുടെ സെയിൽസ് എങ്ങനെയുണ്ട്, അതേപോലെ തന്നെ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് പ്രോജക്റ്റ്, നമ്മൾ പുതിയ പ്രോജക്ട്സ് എത്ര എണ്ണം എടുത്ത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ എംപ്ലോയീസിന് അറിയാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ്സ്, കമ്പനിയുടെ ഷെയർസ് ഉണ്ടല്ലോ, ഷെയർസിന്റെ പ്രൈസ് മൂവ്മെന്റ്സ്, ടേൺ ഓവർ, നമുക്ക് കിട്ടുന്ന ലാഭം ആൻഡ് അതർ ഡീറ്റെയിൽസ് അബൌട്ട് ദ കമ്പനി. അപ്പോൾ നമ്മുടെ എംപ്ലോയീസിനോട് ഈ പറയുന്ന നോർമലായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, പറയേണ്ടതാണ്. അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ട് നമ്മളത് ഇൻഫോം ചെയ്യണം. അപ്പോ ചില കമ്പനീസിൽ നമുക്ക് കമ്പനിയിൽ ലാഭം ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ബോണസ് അലോ ചെയ്യും, ബോണസ് കൊടുക്കും. എന്നുവെച്ചാൽ നമുക്കൊരു ചിലപ്പോ ഇയർലി ബോണസ് ആയിട്ട് തരും, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ആയിരിക്കും, നമുക്ക് സാലറിയിൽ എമൗണ്ട് കൂട്ടിത്തരും, ബോണസ് തരും, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള. പിന്നെ ഷെയർസ് ബോണസ് ആയിട്ട് കൊടുക്കും. നമ്മള് എന്താ പറയാ, സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ എംപ്ലോയീസിന് ബോണസ് കൊടുക്കാറുണ്ട്. Okay, the HR professional should impart such knowledge to all employees through small booklets, video, film, and lectures. സാധാരണയായിട്ട് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ആരാണ് പാസ് ചെയ്യുന്നത്? HR പ്രൊഫഷണൽസ് ആണ് പാസ് ചെയ്യുന്നത്. മേ ബി അത് സ്മോൾ ബുക്ക്ലെറ്റ് ആയിട്ടായിരിക്കും. ഇയർലി നമ്മുടെ കമ്പനിയുടെ എന്താ പറയുക, ഒരു ബുക്ക്ലെറ്റ് പോലെ പബ്ലിഷ് ചെയ്തിട്ട് എല്ലാ എംപ്ലോയീസിനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. വീഡിയോ, ഫിലിപ്സോ, ലെക്ചർ പോലെയൊക്കെ ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിയുടെ എംപ്ലോയീസിന് കൊടുക്കാൻ പറ്റും. ഈ ലെക്ചർ എന്നൊക്കെ പറയുന്നത് നല്ല ഡൈവേഴ്സിഫിക്കേഷൻ പ്രൊജക്ട് ആണ്. പുതിയ പ്രൊജക്റ്റ് ഒക്കെ ഇട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ.
വീഡിയോ ഫിലിം എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് അബൌട്ട് ദ കമ്പനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ഫിലിം. നമ്മുടെ ആനുവൽ എംപ്ലോയീസ് മീറ്റപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ എംപ്ലോയീസിനും ഇതേപോലത്തെ എന്താ പറയാ സ്മോൾ ബുക്ക്ലെറ്റ്സുകൾ എടുക്കാം. നമുക്ക് വീഡിയോ ഫിലിംസ്, കമ്പനിനെ കുറിച്ചുള്ള വീഡിയോ ഫിലിംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതെന്ത് ചെയ്യാം, അവർക്ക് ഷോ ചെയ്യാം. പിന്നെ അവർക്ക് വേണ്ട ചെറിയ ലെക്ചർ ക്ലാസ് ഒക്കെ കൊടുക്കുന്നതിലൂടെ എന്താണ് നല്ലൊരു ഇമ്പാക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് മെയിൻലി ഞാൻ പറഞ്ഞത് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് HR ആണ്. മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് HR മാനേജേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ്. നമ്മുടെ സ്ഥാപനത്തിൽ ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുക. Okay, then desirable working relation among all members of the organization. നല്ല ഫേവറബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. മാക്സിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ്, നമ്മുടെ ഇൻഡിവിജ്വൽസിന് നല്ല മാക്സിമം ഡെവലപ്മെന്റ്, അവരുടെ ട്രെയിനിങ് ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്ത് അവരുടെ കരിയർ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്താണ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയുടെ ആദ്യം പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കാമോ? ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടെ. എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, ഇനി നമ്മുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തെല്ലാമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രൈമറി റെസ്പോൺസിബിലിറ്റീസ്? ഓരോന്നായിട്ട് ഞാൻ മെയിനിൽ പറഞ്ഞതിന് ശേഷം ഞാൻ ടെസ്റ്റ് ചെയ്ത കണ്ടന്റ് റീഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രൈമറി റെസ്പോൺസിബിലിറ്റിയിൽ ഡെവലപ്പ് നോളജ് അബൌട്ട് കമ്പനി കൾച്ചർ, പ്ലാൻസ് ആൻഡ് പോളിസി. നമ്മൾ കമ്പനിയുടെ കൾച്ചറിനെ കുറിച്ചിട്ടും പ്ലാനുകളെ കുറിച്ചിട്ടും പോളിസീസിനെ കുറിച്ചിട്ടും നോളജ് ഡെവലപ്പ് ചെയ്യാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥാപനത്തിന്റെ സംസ്കാരം, പദ്ധതികള്, നയങ്ങളെ കുറിച്ച് എന്നിവയെ കുറിച്ച് അറിവ് വികസിപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിനുണ്ട്. വന്നിട്ട് എന്ന് വെച്ചാല് നമ്മളുടെ HR മാനേജേഴ്സ് ആണ് കമ്പനിയുടെ പ്ലാൻസ്, അതേപോലെ പോളിസീസ്, HR റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? HR മാനേജേഴ്സ് ആണ്. ഒരു ഏജന്റ് ആൻഡ് കൺസൾട്ടന്റ് ആയിട്ട് ഏജന്റ് ആൻഡ് കൺസൾട്ടന്റ്, ഒരു ഇന്റേണൽ ഏജന്റ് ആയിട്ടും കൺസൾട്ടന്റ് ആയിട്ടും പ്രവർത്തിക്കുന്നു. നമ്മുടെ ചേഞ്ചസ് വരില്ലേ,
അപ്പൊ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു നമ്മളെ കൺസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദേശിക്കാനാകുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ ഈ ചേഞ്ചസ് ഇങ്ങനെ സൈഡ് എഫക്ട്സ് ഉണ്ട്, ഇങ്ങനെ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? HR മാനേജേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥാപനത്തിന്റെ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. അപ്പൊ നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരാനാണ് അല്ലെ? അപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ അതിനൊരു ഗൈഡ് ആയിട്ടൊക്കെ പ്രവർത്തിക്കാനായിട്ട് ആര് പ്ലേ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് റോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ പ്ലേ ചെയ്യുന്നുണ്ട്. സ്ഥാപനത്തിലെ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. പാർട്ടിസിപ്പേറ്റ് ഇൻ കമ്പനീസ് സ്ട്രാറ്റജി ഫോർമുലേഷൻ, കമ്പനിയുടെ സ്ട്രാറ്റജീസ് ഫോർമുലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നമ്മുടെ സ്ഥാപനത്തിന്റെ തന്ത്രങ്ങൾ, മെയിൻ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. Then maintain communication inside and outside the organization. നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഗ്രൂപ്പ് ആയിട്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് ഓർഗനൈസേഷന് പുറത്ത് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം കൊണ്ടുവരുന്നു അല്ലെ? ഏതൊരു റിലേഷൻഷിപ്പിലും ഏതൊരു ഓർഗനൈസേഷനിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഫാക്ടർ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ? സ്ഥാപനത്തിനകത്തും പുറത്തും നല്ല ആശയവിനിമയം നിലനിർത്താനായിട്ട് കമ്മ്യൂണിക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then develop HR strategy based on business goals. Business goals അനുസരിച്ച് നമ്മളുടെ HR strategy, കറക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്ട്രാറ്റജീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? നടപ്പിലാക്കുക, അത് ഫോർമുലേറ്റ് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിൽഡ് ടീം വർക്ക് എമംഗ് എംപ്ലോയീസ്. നല്ലൊരു ടീം വർക്ക് വളർത്തിയെടുക്കുന്നത് HR മാനേജേഴ്സ് ആണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്ത് നല്ലൊരു ടീമായിട്ട് സെറ്റ് ചെയ്യണം. നമ്മുടെ എംപ്ലോയീസിനെ എല്ലാവരും ഒറ്റ ഒരു ടീമായിട്ട് സെറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജർക്കാണ്. team among employees, teamwork among employees. Connect the people with the organization goals. നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ കണക്ട് ചെയ്യുക. അവരുടെ വർക്കും അതേപോലെ അവരെയും നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക? ലക്ഷ്യങ്ങളായിട്ട് ബന്ധിപ്പിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, ഐഡന്റിഫൈ HR പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് സൊല്യൂഷൻ. നമുക്കറിയാം HR റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അറൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരാണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുകയും അത് സോൾവ് ചെയ്യുകയും അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്തുകയും ചെയ്യും. കോർഡിനേറ്റ് HR പ്രോഗ്രാംസ് ആൻഡ് സർവീസ്. HR പ്രോഗ്രാംസും സർവീസും കോർഡിനേറ്റ് ചെയ്യുക. HR പരിപാടികൾ ഫലപ്രദമായി വിലയിരുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെന്താണ്? കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഏകോപിപ്പിച്ച് കറക്റ്റ് ആയിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോവുക. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം ടെസ്റ്റിൽ പറയുന്നത്. ജസ്റ്റ് എന്റേതായ രീതിയിലാണ് നിങ്ങളോട് പറഞ്ഞത്. കുറച്ച് പോയിന്റ്സ് ആണ്. പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടു ഡെവലപ്പ് എ കോംപ്രിഹെൻസീവ് നോളജ് ഓഫ് കോർപ്പറേറ്റ് കൾച്ചർ, പ്ലാൻസ് ആൻഡ് പോളിസി. സ്ഥാപനത്തിന്റെ സംസ്കാരവും അതേപോലെ പദ്ധതികൾ, നയങ്ങൾ എന്നിവ വികസിപ്പിച്ചെടുക്കാനായിട്ട് അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്ന റോൾ ആർക്കാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിനാണ്. ടു ആക്ട് ആസ് ആൻ ഇന്റേണൽ ചേഞ്ച് ഏജന്റ് ആൻഡ് കൺസൾട്ടന്റ്. നമ്മുടെ ഓർഗനൈസേഷനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന സമയത്ത് അവിടെ ഏജന്റും കൺസൾട്ടന്റും അത് കറക്റ്റ് ചെയ്ത് നമ്മൾ കൺസൾട്ടൻസിനെ നമ്മൾ എന്താണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് വേണ്ട കുറച്ച് അറിവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു ആര്? HR മാനേജർ. ഇറ്റ് ഇനിഷ്യേറ്റ് ചേഞ്ച് ആൻഡ് ആക്ട് ആസ് ആൻ എക്സ്പെർട്ട് ആൻഡ് ഫെസിലിറ്റേറ്റർ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ ഒരാൾ വേണം അല്ലെ? ഒരു ചേഞ്ച് നമ്മുടെ സ്ഥാപനത്തിൽ വരാണ്, ഒരു മാറ്റം കൊണ്ടുവരാണ്, അതിനെ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആള്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആരായിരിക്കും? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആയിരിക്കും. അപ്പൊ അദ്ദേഹം നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഗൈഡ് ചെയ്യാനും അതിന് വേണ്ട ഉപദേശങ്ങൾ നമുക്ക് തരാനും ആര് ആക്ട് ചെയ്യുന്നു? HR മാനേജേഴ്സ് ആക്ട് ചെയ്യുന്നു.
to actively involved in company strategy formulation. നമ്മുടെ സ്ഥാപനത്തിന്റെ സ്ട്രാറ്റജി ഫോർമുലേഷനിൽ ആക്റ്റീവ്ലി എന്ത് ചെയ്യുന്നു, ഇൻവോൾവ് ചെയ്യുന്നു. സ്ട്രാറ്റജി ഫോർമുലേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനിയെ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിനെ റിലേറ്റ് ചെയ്യുന്ന തന്ത്രങ്ങൾ എന്ത് ചെയ്യാനായിട്ട് രൂപപ്പെടുത്താനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തി ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ആണ്. Then to keep communication channel open between the HRD function and the individuals in the group within and outside the organization. കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓപ്പൺ ചെയ്യുന്നു. നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഫങ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വേണം അല്ലെ. അപ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? HR മാനേജേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽസ് ആയിട്ടും ഗ്രൂപ്പ് മീൻസ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിരിക്കും. നമ്മുടെ സ്ഥാപനത്തിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടൊക്കെ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനൊക്കെ ആര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? HR മാനേജേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വിത്തിൻ ദ ഓർഗനൈസേഷന്റെ അകത്തും ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. അപ്പൊ പുറത്തുള്ള വ്യക്തികളായിട്ടും HR മാനേജേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഡിഫറെന്റ് സിറ്റുവേഷൻ നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷനിലേക്കൊക്കെ പോവാറുണ്ട്. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നല്ല രീതിയിൽ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? HR മാനേജർക്ക് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് എന്താണ്? ടു ഐഡന്റിഫൈ ആൻഡ് ഇൻവോൾവ് HRD strategy in consonance with the ഓവറോൾ ബിസിനസ് സ്ട്രാറ്റജി. നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിൻ്റെതായ സ്ട്രാറ്റജീസ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ബിസിനസ് ലക്ഷ്യങ്ങൾ അനുസരിച്ച് വേണം നമ്മൾ HRD ഡിപ്പാർട്ട്മെന്റ് സ്ട്രാറ്റജീസ് രൂപകൽപ്പന ചെയ്യാനായിട്ട്. നമ്മുടെ സ്ഥാപനത്തിന്റെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യുന്നത്. ടു ഐഡന്റിഫൈ involve HRD strategy in consonance with the overall business strategy. നമ്മുടെ ഓർഗനൈസേഷന്റെ ഓവറോൾ ബിസിനസ് സ്ട്രാറ്റജീസ് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജീസ് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ലീഡ് ചെയ്യണം. ഓക്കെ. To facilitate the development of various organizational teams and their working relationship with their teams and individuals. നല്ലൊരു ഓർഗനൈസേഷണൽ ടീം ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരു ടീം വർക്ക് എമംഗ് എംപ്ലോയീസിനെ, അതാണ് പറഞ്ഞല്ലേ, നമ്മുടെ എംപ്ലോയീസ് തമ്മിൽ ഒരു ടീം വർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ജീവനക്കാരിൽ ടീം വർക്ക് വളർത്തിയെടുക്കാനായിട്ട് HR മാനേജേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. To facilitate the development of various organizational teams and the working relation with other teams and individuals. നമ്മുടെ ടീംസും മറ്റ് ഇൻഡിവിജ്വൽസ് ആയിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. Strive to connect people and work to achieve the organizational goals effectively and efficiently. അപ്പൊ നമ്മളുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ എന്ത് ചെയ്യുക? നയിക്കുക. എവിടെ നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷന്റെ ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് അവരുടെ വർക്കും ആ പീപ്പിൾസിനെ കണക്ട് ചെയ്യുക. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത് നമ്മൾ ഓരോ വ്യക്തികളിലൂടെയുമാണ്, ഓരോ ഇൻഡിവിജ്വൽസിലൂടെയുമാണ്. ആ ഓരോ ഇൻഡിവിജ്വൽസും അവരെ കറക്റ്റ് ആയിട്ട് വർക്ക് സ്ഥാപനത്തിൽ ചെയ്ത വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓവറോൾ എന്താണ് ഓർഗനൈസേഷണൽ ഗോൾ എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. To diagnose the problem and determine appropriate solution. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് HR റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരാണെങ്കിൽ ആ പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യുക. നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കും, ചിലപ്പോൾ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുക. അതേപോലെ തന്നെയാണ് തിരിച്ചറിയുക അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുക എന്നൊരു മീനിങ് കേട്ടോ. നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക ആൻഡ് ഡിറ്റർമിൻ അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ. അതിന് വേണ്ട കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഡിറ്റർമിൻ ചെയ്യുക. എക്സ്പെഷ്യലി ഇൻ ഏരിയ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. മെയിൻലി പറയുകയാണെങ്കിൽ HR റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കണ്ടെത്തുകയും അതിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഡിറ്റർമിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാക്കാണ് HR മാനേജേഴ്സിനാണ്. To provide coordination and support service for the delivery of HRD programs and service
അപ്പൊ നമ്മുടെ HR ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് സർവീസ് ഒക്കെ നല്ല രീതിയിൽ നടപ്പിലാക്കുകയും അത് കോർഡിനേറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജേഴ്സിനാണ്. To evaluate impacts of HRD intervention. നിങ്ങൾ HRD എന്ന് പറയുന്ന വേർഡിന്റെ ഫുൾ നെയിം അറിയാലോ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. അതൊന്നും നോട്ട് ചെയ്ത് വെച്ചോ. ഞാനത് പറഞ്ഞില്ല തോന്നുന്നു, കുറച്ചു നേരമായിട്ട് ഞാൻ HRD എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ലെ. ഇത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്സ് നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ കണ്ടെത്താനും അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ പെർഫോമൻസ് മനസ്സിലാക്കി അവരെ കറക്റ്റ് ആയിട്ട് അവരെ എന്താ പറയാ HR റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടപ്പിലാക്കി നമ്മളുടെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ വിലയിരുത്തി അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തു അവർക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കാൻ. ഇപ്പൊ നിങ്ങളുടെ പെർഫോമൻസ് കുറച്ചും കൂടി നന്നാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ഗൈഡ് ചെയ്ത് അവർ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു വേയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജേഴ്സിനാണ്. ഓക്കെ, ക്ലിയർ ആണോ? സിമ്പിൾ ആണ് സംഭവം, പക്ഷെ ഞാൻ പോയിന്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളൊന്ന് നോക്കിട്ട് സിമ്പിൾ ആണ്, വായിച്ചു നോക്കുക എല്ലാവരും. ആ ഒരു പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് HR മാനേജേഴ്സ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ശരി.
റീഡ് ചെയ്തിട്ട് പറയണം കേട്ടോ. ഇന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും റീഡ് ചെയ്തോ? മനസ്സിലായോ? റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണോ? അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HR-ന്റെ റോള് തന്നെയാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിന്റെ റോള് തന്നെയാണ്. ഒരുപാട് മാനേജ്മെന്റ് റിലേറ്റഡ് മാനേജ്മെന്റ് എക്സ്പേർട്സ് HR മാനേജേഴ്സിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ HR മാനേജർ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ ഒരു പൊസിഷനിലേക്ക് ഒരുപാട് റോൾസ് ഡിഫറെന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് എക്സ്പേർട്സുകൾ HR മാനേജ്മെന്റ് എക്സ്പേർട്സുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് റോൾസുകൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് കുറച്ച് മാനേജ്മെന്റ് എക്സ്പേർട്സിന്റെ റോൾസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി അതാണ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോ പേഴ്സൺസും പറഞ്ഞിട്ടുള്ള റോൾസുകളാണ് കേട്ടോ. സോ നോക്കാം. Different management guru have assigned different roles for the HR managers. Different management gurus ഉദ്ദേശിക്കുന്ന എക്സ്പേർട്സ് ആണ് കേട്ടോ. എക്സ്പേർട്സ് ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് ആണ് HR മാനേജേഴ്സിന് കൊടുക്കുന്നത്. ബേസ്ഡ് ഓൺ മേജർ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ദേ ഫുള്ളി പെർഫോം ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിൽ പെർഫോം ചെയ്യുന്ന ഒരു റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് അവരുടെ റോൾസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫ്യൂ ഓഫ് കോമൺലി അക്സെപ്റ്റഡ് മോഡൽസ് ആർ എന്യൂമറേറ്റഡ് ബിലോ. നമ്മൾ കുറച്ച് പേഴ്സൺസിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് എക്സ്പേർട്സിന്റെ അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള HR മാനേജേഴ്സിന്റെ റോൾസ് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. പാറ്റ് MC Lakin has suggested 9 roles that played by HR professionals. അപ്പൊ അദ്ദേഹം അതൊരു ലേഡിയാണ്. അപ്പൊ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന ഒരു 9 റോൾസ് MC Lakin. ഓക്കെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കുറച്ച് 9 റോൾസ് ഉണ്ട് HR മാനേജേഴ്സ് പ്ലേ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 9 റോൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതാണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ടേബിളിൽ 9 റോൾസുകൾ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്റേതായ രീതിയിലൊരു എക്സ്പ്ലനേഷൻ തന്നിട്ട് ഇത് റീഡ് ചെയ്യാനായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യം എന്റെ ഒരു രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നോക്കാം. ഓക്കെ, അതിന് ഓരോന്നും ഓരോ സിമ്പിൾ പോയിന്റ്സ് ആക്കിയിട്ട് ഞാനത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെതായ രീതിയിൽ പറഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റ് റീഡ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാറ്റ് MC Lakinന്റെ 9 റോൾസ് ഓഫ് HR മാനേജേഴ്സ് ആണ്. അതിൽ ആദ്യം പറയുന്നത് ഫസ്റ്റ് റോൾ എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് അഡ്വൈസർ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു HR മാനേജർ ആരായിരിക്കണം? ഒരു സ്ട്രാറ്റജിക് അഡ്വൈസർ ആയിരിക്കണം. അപ്പോൾ HR managers advise the top management about internal and external issues affecting the organization. അപ്പോൾ ഒരു HR managers ടോപ്പ് മാനേജ്മെന്റിനെ എന്ത് ചെയ്യണം? അഡ്വൈസ് ചെയ്യണം. അവരുടെ ഇന്റേണൽ എക്സ്റ്റേണൽ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ അഫക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ അകത്തുള്ള പ്രശ്നങ്ങളും അതേപോലെ ഓർഗനൈസേഷന്റെ പുറത്ത് ഔട്ട്സൈഡിലുള്ള പ്രോബ്ലംസിനെ കുറിച്ചിട്ട് HR മാനേജേഴ്സ് ആണ് അവർക്ക് ആ ഇഷ്യൂസിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. HR also recommend long-term strategies to improve organizational performance. നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോങ് ടൈം സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? HR മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. ആൻഡ് പെർഫോമൻസ് ഗ്രോത്ത് സ്റ്റെബിലിറ്റി. നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസും അവരുടെ ഗ്രോത്തും സ്റ്റെബിലിറ്റി ഒക്കെ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജേഴ്സിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആദ്യത്തെ റോൾ എന്താണ്? സ്ട്രാറ്റജിക് അഡ്വൈസർ ആണ്. അഡ്വൈസ് ദ ടോപ്പ് മാനേജ്മെന്റ് അഡ്വൈസ് ചെയ്യുക. സ്റ്റഡി ദ ബിസിനസ് ട്രെൻഡ്, ബിസിനസ് സ്ട്രാറ്റജി. അല്ലെങ്കിൽ ട്രെൻഡ്സുകൾ മാറിക്കൊണ്ടിരിക്കും അല്ലെ, അപ്പൊ ട്രെൻഡ്സ് അനുസരിച്ച് മനസ്സിലാക്കുക. സജസ്റ്റ് ലോങ് ടൈം HR സ്ട്രാറ്റജീസ്. ലോങ് ടൈം ആയിട്ടുള്ള HR സ്ട്രാറ്റജീസിന് വേണ്ട സജഷൻസ് കൊടുക്കുക. ഹെൽപ്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ റോള്. അതുവഴി നമ്മുടെ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുക. ഇതാണ് ഫസ്റ്റത്തെ റോൾ എന്ന് പറയുന്നത്. ഏതാണ്? സ്ട്രാറ്റജിക് അഡ്വൈസർ എന്നാണ്
അതിൽ ഞാൻ പറഞ്ഞ മെയിൻ പോയിന്റ്സ് ഏതൊക്കെയായിരുന്നു? അഡ്വൈസ് ദ ടോപ്പ് മാനേജ്മെന്റ്, ടോപ്പ് മാനേജ്മെന്റ് വേണ്ട അഡ്വൈസും കാര്യങ്ങളും കൊടുക്കുക, ബിസിനസ് ട്രെൻഡ്സ് മനസ്സിലാക്കുക, ലോങ് ടേം HR സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക, ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പോയിന്റ് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് റോൾ പറയുന്നത് ടു ബ്രിങ് ദ ഇഷ്യൂ ആൻഡ് ട്രെൻഡ് concerning an organization, external and internal people to the attention of strategists and decision makers. അപ്പൊ നമ്മൾ ഓർഗനൈസേഷൻ റിലേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ്, പ്രോബ്ലംസ്, ട്രെൻഡ്സ്, കൺസേൺ ചെയ്യുന്ന ഓർഗനൈസേഷന്റെ പുറത്തും ഓർഗനൈസേഷന്റെ അകത്തുള്ള പീപ്പിൾസിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ വരുന്ന പ്രശ്നങ്ങളും ട്രെൻഡ്സും നമ്മൾ അതിന് വേണ്ട അറ്റൻഷൻ കൊടുക്കുക, അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ്, ഡിസിഷൻസ് മേക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജേഴ്സിനാണ്. To recommend long-term strategy to maintain organizational excellence and resilience. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷന്റെ എക്സലൻസ് കൂട്ടാനും നമുക്ക് ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും, അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്, അത് ഓവർകം ചെയ്യാനും നമ്മുടെ HR മാനേജേഴ്സ് ലോങ് ടൈം സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ, ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ലോങ് ടൈം സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. അപ്പോ ഫസ്റ്റ് സ്ട്രാറ്റജിയാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് സിസ്റ്റം ഡിസൈനിങ് എന്ന് വെച്ചാൽ ഹ്യൂമൻ ഡിസൈൻ ആൻഡ് പ്രിപ്പയർ HR സിസ്റ്റം. HR സിസ്റ്റം ഡിസൈൻ ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുക എന്നതും HR മാനേജ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ഡിസൈൻ ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം. ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റം എനിക്ക് സിസ്റ്റം കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല എന്നുള്ളൂ. ഏതൊക്കെയാണ്? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, പെർഫോമൻസ് അപ്രൈസൽ, കോമ്പൻസേഷൻ ടു ഇംപ്രൂവ് ദ എംപ്ലോയി പെർഫോമൻസ് ആൻഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്. നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് അവരുടെ ഡെവലപ്മെന്റ് കൊണ്ടുവരാനും ഈ ഓർഗനൈസേഷൻ സിസ്റ്റംസും ഓപ്പറേഷനും നല്ല രീതിയിൽ നല്ലൊരു ഡിസൈനോട് കൂടി, നല്ല ഒരു എന്താ പറയാ നല്ലൊരു സംവിധാനത്തോടു കൂടി അത് രൂപകൽപ്പന ചെയ്യുകയും അത് നല്ല മെച്ചപ്പെട്ട രീതിയിൽ അത് എന്ത് ചെയ്യാൻ ശ്രമിക്കണം, അച്ചീവ് ചെയ്യാനും ശ്രമിക്കണം. അപ്പോ നമ്മള് നെക്സ്റ്റ് പറഞ്ഞത് HR സിസ്റ്റം ഡിസൈനെ കുറിച്ചിട്ടാണ്. HR മാനേജ്മെന്റിന്റെ ഒരു ഉത്തരവാദിത്തം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് എന്താണ് HR ഡിസൈനിങ് എന്ന് പറയുന്നത്. കറക്റ്റ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ട്രെയിനിങ്, പെർഫോമൻസ് അപ്രൈസൽ, കോമ്പൻസേഷൻ എല്ലാം കൊടുക്കുന്നതിലൂടെ ടു ഇംപ്രൂവ് ദ എംപ്ലോയി പെർഫോമൻസ് ആൻഡ് ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ്. നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസും ഡെവലപ്മെന്റും ഇംപ്രൂവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നോക്കാം, ടെസ്റ്റ് ചെയ്ത പോയിന്റ് ആണ് പറയുന്നത്. ടു ഡിസൈൻ ആൻഡ് പ്രിപ്പയർ HR system and operation to have maximum impacts on organizational performance and development. നല്ല രീതിയിലുള്ള ഒരു HR സിസ്റ്റം ഡിസൈൻ ചെയ്യുക, അത് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഓപ്പറേഷൻസ് ഒക്കെ മാക്സിമം ഇമ്പാക്ട്സ്, നമ്മുടെ ഓർഗനൈസേഷനെ മാക്സിമം പെർഫോമൻസിന് ഹെൽപ്പ് ചെയ്യുക, അതിന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാല് ഒരു ചേഞ്ച് ദ കൺസൾട്ടന്റ്. ഒരു കൺസൾട്ടന്റ് ആയിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞില്ലേ, മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കണം? HR-ന് സാധിക്കണം അല്ലെ. HR മാനേജർ ഹെൽപ്സ് ദ ഓപ്പറേഷൻസ് ഇംപ്ലിമെന്റ് changes successfully, encouraging the employee to accept new idea, technology and work method. അപ്പോൾ ഒരു HR മാനേജറിന്റെ ഉത്തരവാദിത്തം മറ്റൊന്നാണ്. പുതിയ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് നമ്മുടെ എംപ്ലോയീസിനെ ആ ഒരു മാറ്റത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, അത് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? HR മാനേജറിന്റെ ഉത്തരവാദിത്തമാണ്. പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ജോലി രീതിയും ജീവനക്കാരെ സ്വീകരിക്കാനായിട്ട് സഹായിച്ച് സ്ഥാപനത്തിന് മാറ്റങ്ങൾ വിജയകരമായി നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ്? HR മാനേജറാണ്. പുതിയ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയും. എന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ആദ്യമൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആയിരുന്നില്ല. ഞങ്ങൾക്ക് ഓഫ്ലൈൻ പഠിപ്പിച്ചു തുടങ്ങിയ ടീച്ചർമാരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ സാധാരണ നമ്മുടെ മുമ്പിലുള്ള കുട്ടികളെ നമ്മൾ അവരുടെ ഫേസ് കണ്ട് അവരുടെ എക്സ്പ്രഷൻ കണ്ട് മനസ്സിലാക്കിയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. പെട്ടെന്നാണ് ഞങ്ങൾ ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട്
ശ്രദ്ധിക്കുന്നതും ഓൺലൈൻ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലാക്കുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു. ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ മാറ്റങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. നമുക്ക് അറിയില്ല ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ച്. പക്ഷെ ഞങ്ങൾ എല്ലാവരും ഓർഗനൈസേഷനൊക്കെ നിൽക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ എന്താണ് ഈ ഒരു മെത്തേഡിലേക്ക് ഞങ്ങൾ വേഗം വരാനായിട്ട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ ആദ്യം ഞാൻ ഫസ്റ്റ് ക്ലാസ് വന്നെടുത്തപ്പോ അത് പെർഫെക്റ്റ് ആയിട്ട് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. ഞാനും മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം ഓൺലൈൻ എഡ്യൂക്കേഷനിൽ അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പൊ ചിലപ്പോൾ ഞാൻ സ്പീഡിൽ എടുത്ത് പോയിട്ടുണ്ട്. എനിക്കറിയില്ല, കാരണം നമ്മൾ കുട്ടികളുടെ എക്സ്പ്രഷൻ കാണുന്നില്ല. അപ്പോ അവർക്കത് മനസ്സിലായോ എന്ന് നമ്മളവരോട് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ തമ്പായിരിക്കും. അല്ലെ, നിങ്ങൾ തമ്പായിക്കാറില്ലേ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോ? ഉണ്ടോ? അയക്കാറുണ്ട്. പക്ഷെ അവർക്ക് വ്യക്തമായത് മനസ്സിലായോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന പുതിയ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറാനായിട്ട് എപ്പോഴും സന്നദ്ധരായിരിക്കണം. നിങ്ങളും അതെ, നാളൊരു ദിവസം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ മാറ്റങ്ങൾ വരാണ്. അപ്പൊ മാറ്റങ്ങൾ വരുമ്പോൾ മനുഷ്യന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്യാത്തൊരു മെന്റാലിറ്റിയാണ് ഹ്യൂമൻ ബീങ്സിനുള്ളത്. അപ്പൊ നമ്മൾ മാറ്റങ്ങൾക്കനുസരിച്ച് മാറാൻ നമുക്ക് സാധിക്കണം. എന്നാലും നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ അവരുടെ സ്ഥാപനത്തിൽ വരുന്ന മാറ്റങ്ങളെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോ ഞങ്ങളുടെ സ്ഥാപനത്തിൽ എന്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ടീച്ചേഴ്സ് അപ്പോ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന പറഞ്ഞപ്പോ അവർക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോ നമ്മളോട് ചോദിക്കാണ് ഓൺലൈൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് പകരം അവിടെ ആ റോള് പ്ലേ ചെയ്യാനായിട്ട് മറ്റൊരാൾ വരും. ഓക്കെ, നമ്മൾ സ്വയം മാറിക്കൊണ്ടിരിക്കണം. സോ അപ്പൊ ചേഞ്ചസ് ഓർഗനൈസേഷനിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവരുടെ പുതിയ സാങ്കേതിക വിദ്യകൾക്ക് അനുസരിച്ച് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കണം. അവർ പുതിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ പ്രാപ്തരാക്കണം. ഓക്കെ, ഭാവിയിലും നിങ്ങളുടെ ഭാവിയിലും അങ്ങനെ തന്നെയാണ്. ഓർഗനൈസേഷൻ എപ്പോഴും നമ്മൾ എതിർക്കാൻ പാടില്ല. ഓക്കെ, നമ്മളൊരു സ്ഥാപനത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഫുൾ ആ ഒരു സ്ഥാപനം നമുക്ക് വേണ്ട ഫിനാൻഷ്യൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ കറക്റ്റ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥാപനം പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാനായിട്ട് നമ്മൾ കേപ്പബിൾ ആയിരിക്കണം. അപ്പോൾ ഒരു HR മാനേജറിന്റെ ഉത്തരവാദിത്വം നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ നമുക്ക് മാറ്റങ്ങൾ വരുമ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ എംപ്ലോയീസിനെ പ്രാപ്തരാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജറിനാണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ HR മാനേജർ ആണെങ്കിൽ പുതുതായിട്ട് നമ്മുടെ കമ്പനി ഒരു പോളിസി കൊണ്ടുവരാണ്, അല്ലെങ്കിൽ പുതുതായിട്ട് ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യാണ്. നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റഡ് ആയി അപ്പൊ കുറച്ച് പുതുതായിട്ട് സോഫ്റ്റ്വെയർ പുതിയതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ ഞാൻ അത് എന്റെ എംപ്ലോയീസിനോട് പറയുന്നത് പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്, അതിന് വേണ്ട ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് തരും. കുറച്ച് പണ്ടത്തെ സോഫ്റ്റ്വെയറിനേക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യണം. അതിന് 1 മാസം ട്രെയിനിങ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അല്ല ഞങ്ങളത് ചെയ്യില്ല, ഞങ്ങൾ ചെയ്തിരുന്ന സോഫ്റ്റ്വെയറിൽ തന്നെ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ. പുതിയ ആശയങ്ങളും സാങ്കേതിക വിദ്യകളും ജോലി രീതികളും ജീവനക്കാർ സ്വീകരിക്കാൻ സഹായിച്ച സ്ഥാപനത്തിന്റെ മാറ്റങ്ങൾ വിജയകരമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റോൾ ആക്കുന്നുണ്ട് HR മാനേജേഴ്സിനുണ്ട്. ഓക്കെ, 2 facilitate the development, implementation of strategy for one's own organization by pursuing value and vision. അപ്പൊ കറക്റ്റ് ആയിട്ട് അവരുടെ സ്ട്രാറ്റജി ഡെവലപ്മെന്റിനും ഇംപ്ലിമെന്റേഷനും കറക്റ്റ് ആയിട്ട് നടപ്പിലാക്കി നമ്മുടെ കമ്പനിയുടെ വാല്യൂസും വിഷനും പെർസ്യൂം ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യണം. നെക്സ്റ്റ് 4th പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ടു എംപ്ലോയി കമ്പാഷൻ കസ്റ്റമർ സർവീസ് ഫെസിലിറ്റേറ്റർ ആയിട്ട് ആര് ആക്ട് ചെയ്യണം? നമ്മളുടെ HR മാനേജർ ആക്ട് ചെയ്യണം. HR മാനേജർ ensure that employee work effectively so that the customers receive better service. നമ്മുടെ HR മാനേജർ ആണ് എന്ത് ചെയ്യുന്നത്? എൻഷുർ ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള സർവീസ് ആണ് ലഭിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുന്ന ഉത്തരവാദിത്വം ആർക്കാണ്? HR മാനേജേഴ്സ് ആണ്. HR build employees commitment and customer satisfaction. HR മാനേജേഴ്സ് ആണ് കമ്മിറ്റ്മെന്റ് ബിൽഡ് ചെയ്യുന്നതും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്. അല്ലെ, നമ്മൾ കൊടുക്കുന്ന സർവീസ് പെർഫെക്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സർവീസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? നിങ്ങൾ പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ടൊക്കെ മനസ്സിലാകുന്നുണ്ടോ? സാറ്റിസ്ഫൈഡ് ആണ് ചിലർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ
ആ പോയിന്റ് അവിടെ പറയണം, നമുക്ക് അതൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം നമ്മളുടെ ഞങ്ങൾക്കും ഇവിടെ ഓവറോൾ HR എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആരാണ്? നിഷ്ഠീഷാണ്. നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നതിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അറിയാലോ എല്ലാവർക്കും നിഷ്ഠീഷറിനെ. ബ്രിഷ് ടീച്ചറാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ഞങ്ങളുടെ ഹെഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഹെഡിനെ ഞങ്ങളെ നിയന്ത്രിക്കാനും കൺട്രോൾ ചെയ്യാനും ഞങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാനും ആർക്ക് പറ്റും? നിഷ്ഠിച്ചിട്ട് പറ്റും. ജീവനക്കാർക്ക് മികച്ച രീതിയിൽ ജോലി ചെയ്യാൻ സഹായിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിന് മികച്ച സേവനം ലഭ്യമാക്കുന്നു ആര്? HR മാനേജേഴ്സ്. ജീവനക്കാരുടെ പ്രതിബദ്ധത, അതേപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷനും വർദ്ധിപ്പിക്കാനായിട്ട് HR മാനേജർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ ഫോർത്ത് പോയിന്റ് വായിക്കട്ടോ. To create a positive relation with the employees by providing them with the best service. നമ്മുടെ എംപ്ലോയീസ് ആയിട്ട് നല്ല പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. എങ്ങനെയാണ് പോസിറ്റീവ് റിലേഷൻ ബിൽഡ് ചെയ്യുന്നത്? ബെസ്റ്റ് സർവീസ് അവർക്ക് കൊടുക്കുന്നതിലൂടെ. To utilize the resources to the maximum and to create commitment among the people who help the organization to meet the customer needs, were directly connected or indirectly connected to the organization. നമ്മുടെ ഓർഗനൈസേഷന് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവരെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ എംപ്ലോയീസ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് HR മാനേജേഴ്സ് പരിശോധിക്കണം. HR മാനേജേഴ്സ് പരിശോധിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? നമ്മുടെ എംപ്ലോയീസ് കസ്റ്റമേഴ്സിന് ആക്യുറേറ്റ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡിലാണോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം പരിശോധിക്കുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? HR മാനേജേഴ്സിനുണ്ട്. HR മാനേജേഴ്സ് ആണ് ഇംപ്രൂവ് കസ്റ്റമർ സർവീസ്. കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തന്നെ അത് മോട്ടിവേറ്റ് ചെയ്യുന്നു. ബിൽഡ് കമ്മിറ്റ്മെന്റ്സ്. നമ്മുടെ എംപ്ലോയീസിനോട്, നമ്മുടെ ഓർഗനൈസേഷനോടും എംപ്ലോയീസിന് ഒരു കമ്മിറ്റ്മെന്റ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എൻഷുർ ക്വാളിറ്റി സർവീസ്. നല്ലൊരു ക്വാളിറ്റി സർവീസ് എൻഷുർ ചെയ്യുന്നു. 4 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കൂ. എല്ലാവരും വായിച്ചു നോക്കിയോ? ഓക്കെ, ബാക്കിയുള്ള പോയിന്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയോ? എന്തായാലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ റോൾസ് ആദ്യം മുതൽ ഒന്നും കൂടി റീഡ് ചെയ്തിട്ട് വരാം. നമുക്ക് ആദ്യം മുതൽ അധികം പറഞ്ഞിട്ടുള്ള റോൾസ്, HR പ്രൊഫഷണൽസിന്റെ റോൾസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ. Thank you.